ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് സ്കാം ഉണ്ടാവാം കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും മാതിരിയും സ്കാമുകളാണ് ഇപ്പോൾ എന്താ പറയുക പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ കുറേ ഫ്രോഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാത്തിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാത്തിൻ്റെയും ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് എങ്ങനെ OTP എടുപ്പിക്കാം. അല്ല, ഒന്നെങ്കിൽ നമ്മൾ ത്രൂ തന്നെ പറയിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ നമ്മുടെ ഫോൺ ഹാക്കോ കമ്പ്യൂട്ടർ ഹാക്കോ ഒക്കെ ചെയ്തിട്ട് OTP എടുക്കുക. അതാണ് അവരുടെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് OTP എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പരിപാടി. അപ്പോൾ നിങ്ങൾ UK-ലും അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്സിനൊന്നും ശരിക്കും CVV മാത്രം മതി. OTP എന്ന പരിപാടി അവിടെ ഭയങ്കര കുറവാണ്. ഇന്ത്യയിലാണ് ശരിക്കും OTP-യുടെ പരിപാടി, ഒതന്റിക്കേഷൻ സംഭവം OTP വെച്ചിരിക്കുന്നത് ശരിക്കും ഇന്ത്യയിലാണ് മെയിനായിട്ട് തുടങ്ങിയതൊക്കെ. ഇവിടെയാണ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ OTP എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ എത്രയും സെക്യൂർ ആയി വെക്കുന്നു അത്രയും നിങ്ങൾ സേഫ് ആണ് ഓൺലൈൻ വേൾഡിൽ, ഫൈനാൻഷ്യലി ഓൺലൈൻ വേൾഡിലിട്ട്. പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ, എല്ലാ സംഭവം ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ റീസെന്റ് തന്നെ നമ്മുടെ മുംബൈയിൽ എന്ന് പറയാൻ പേരാണല്ലോ, മുംബൈയിൽ ഇപ്പോൾ റീസെന്റ് ഒരു ലേഡിയുടെ അടുത്തുനിന്ന് 7 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് വെച്ചിട്ട് എടുത്തുകൊണ്ടായി. ആ സംഭവം ഇത് എങ്ങനെയാ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ കിടിലൻ സംഭവമാണ്. എന്നാലും ആൾക്കാർക്ക് ഇത്രയും കോമൺ സെൻസ് ഇല്ലാണ്ട് ആയല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ റീസെന്റ് തന്നെ RBI ഒക്കെ ഇപ്പോൾ ഒരു ന്യൂസും സംഭവങ്ങളൊക്കെ പുറത്തുവിട്ടുണ്ടാകുന്ന വെച്ചാൽ ഒരു കൊല്ലത്തില് 370 കോടിയുടെ മുകളിലാണ് ആക്ച്വലി ഫ്രോഡ് നടത്തിയിട്ട് കാശ് പോയിക്കുന്നത്. 370 കോടിയാണ് ഫ്രോഡ് തരത്തിൽ പോയിക്കുന്നത്. അതായത് 370 അവരുടെ ആനുവൽ ഇൻകം 370 കോടിയാണ്. ഈ എന്താ പറയുക സൈബർ ഫ്രോഡുകാരുടെ അല്ലെങ്കിൽ ഹാക്കേഴ്സിന്റെ ഒക്കെ ഇൻകം, ടോട്ടൽ ഇൻകം റവന്യൂ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ പരിപാടി 370 കോടി. അപ്പൊ ഇത്ര അധികം ഒരു സെക്കൻഡിൽ തന്നെ ഇത്ര അധികം ആൾക്കാർ പെട്ടോണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്താ പുതിയ RBIയുടെ കണക്കനുസരിച്ചിട്ട് ഒരു മണിക്കൂറിൽ ലക്ഷങ്ങളാണ് ഫ്രോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് ആകെ ഇതിന്ന് സേവ് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും പുതിയ ഫ്രോഡുകൾ അവര് പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മളതും അറിഞ്ഞിരിക്കണം, എന്നാലും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ തന്നെ കുറെ ഫ്രോഡുകളുടെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞു തന്നാൽ നമ്മൾ അതിൽ പോയി പെടില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു 2-3 കൊല്ലം മുമ്പൊക്കെ കിട്ട വീഡിയോസിന് പോലും ഇപ്പോഴും ആൾക്കാർ പോയി പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ആൾക്കാർ പോയി പെടുന്ന ഇതൊന്നും നോക്കാത്ത, ഇതൊന്നും എന്താ പറയാ അക്യൂർ ചെയ്ത് വെക്കാത്ത, നോളജ് ഇല്ലാത്ത ആൾക്കാരുടെ അടുത്താണ് പോയി പെടുന്നത്. ഇവർ കറക്റ്റ് പോയി പിടിക്കുന്നത് അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് എവിടെ നിന്നൊക്കെയോ നമ്മുടെ ഡീറ്റെയിൽസും ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാനൊക്കെ ഭയങ്കര എളുപ്പമാണല്ലോ. അപ്പൊ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ അവർ വിൽക്കുന്നുണ്ട്, ഡാറ്റാസ് ഒക്കെ അവർ വിൽക്കുന്നുണ്ട്. ഫോൺ നമ്പർ കിട്ടുന്നുണ്ട്, ആധാർ നമ്പർ അതിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ ബാങ്ക് കാർഡ് നമ്മൾ കുറെ ഫോട്ടോസ് എടുക്കുന്ന പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പോൾ റീസെന്റ് ഇപ്പൊ അതൊക്കെ നിർത്തി, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഇപ്പോൾ പരിപാടിയൊക്കെ. പിന്നെ ഇപ്പൊ നോർമലി ഫോട്ടോ സ്റ്റാറ്റിന്റെ പരിപാടിയൊക്കെ ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ ഇത് അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ വീഡിയോസിൽ പറയാറുള്ളത് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാം. അറ്റ്ലീസ്റ്റ് ഫൈനാൻഷ്യൽ വീഡിയോസ് കാണാം. ടെക് വീഡിയോസ് പോട്ടെ വയ്ക്കാം, അറ്റ്ലീസ്റ്റ് ഫൈനാൻഷ്യൽ വീഡിയോസ് ഒക്കെ കാണാം. ചുമ്മാ ഈ അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാരുടെ സംഭവിക്കുന്ന ഡെയിലി വ്ലോഗ്സ് സംഭവം മാത്രം കാണാണ്ട് ഇതേപോലത്തെ എന്താ പറയാ നോളജബിൾ ആയിട്ടുള്ള പരിപാടി കാണുക. അല്ലെങ്കിൽ പണി കിട്ടിയിട്ട് പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പോരാത്ത നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ പണി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാന്നല്ലാണ്ട് അതിന്റെ എന്താ പറയാ അത് ഒരു 99% തിരിച്ചു കിട്ടുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒന്നാമത് അത്രയധികം കംപ്ലൈന്റ് ആണ് സൈബർ കംപ്ലൈൻസിൽ ഇപ്പോൾ എടുക്കുന്നത്, ഓൺലൈൻ സൈബർ ക്രൈമിൽ എടുക്കുന്നത്. ഫൈനാൻഷ്യൽ ഫ്രോഡ് തന്നെ ഒരു എന്താ പറയാ മാസത്തില് ലക്ഷങ്ങളൊക്കെയാണ് എടുക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് ഇപ്പൊ ഒന്നാമത് കുറെ എണ്ണത്തിനൊന്നും ട്രാക്ക് ചെയ്യാനേ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നമ്മുടെ സിസ്റ്റത്തിന് അറിയായിരിക്കും, നമ്മുടെ സൈബർ പോലീസിന് അറിയായിരിക്കും. ഒന്നാമത് അവിടെ നിന്ന് ആളുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ പ്രോവർബ് ഉണ്ടല്ലോ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മുംബൈ ലേഡിയുടെ 7 ലക്ഷം പോയി. അത് എങ്ങനെയാ നടന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും സ്ഥിരം ഇപ്പൊ നമുക്ക് കോൾ വരുന്നത്, നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ബാങ്കിൽ നിന്നാണ് പറഞ്ഞിട്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കോൾ വിളിക്കുന്ന നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കോൾ വരുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ഈ കോൾ ത്രൂവും അതുപോലെ തന്നെ വാട്സപ്പ് ത്രൂ ഒന്നും ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യരുത്. ഒന്നെങ്കിൽ അത് ഫ്രോഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഏജൻസികളായിരിക്കും. അപ്പോൾ രണ്ടായാലും നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഒരിക്കലും പോകരുത്. എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ലോ ഇതാണ്. അപ്പൊ ഏജൻസി ആണെങ്കിൽ നമുക്ക് വിഷയമൊന്നും ഇല്ല, പക്ഷെ ഇത് അറിയില്ല, നമുക്ക് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഇതുപോലെ തന്നെ ഒരു കോൾ വന്നു നമുക്ക്. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇവരെല്ലാം ഹോംവർക്ക് ഇതൊക്കെയാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരെ ആക്ച്വലി ഈ ലേഡിയുടെ ആധാർ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം, ബാങ്ക് അക്കൗണ്ടിലത്തെ ബാലൻസ് അടക്കം വരയിലുണ്ടായിരുന്നു. ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെ വരെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവർക്ക് ആകെ വേണ്ടത് OTP ആണ്.
അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്, 5 ലക്ഷം ഒരു ലിമിറ്റ് വരുന്നുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ തന്നെ ഒരു അത്യാവശ്യം കുറച്ച് കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ ക്ലിക്ക് ആവേണ്ടതാണ്. ഇത് ക്ലിക്ക് ആയില്ല. അപ്പോൾ ഈ ലേഡി പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്ന iOS ആണ്, അപ്പൊ എൻ്റെ ആൻഡ്രോയിഡ് ഫോണില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ബാങ്കിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഫോൺ ഫ്രീ ആയിട്ട് കിട്ടും. എന്താല്ലേ, ഫോൺ ഫ്രീ ആയിട്ട് കിട്ടും, പോരാതെ ലൈഫ് ടൈം ഫ്രീ കാർഡും ഫോണും ഫ്രീ, ആൻഡ്രോയിഡ് ഫോൺ ഫ്രീ. നിങ്ങൾക്ക് അത് ജസ്റ്റ് ആ കാർഡ് നിങ്ങളുടെ സിം കാർഡ് അതിലിട്ടിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മതി. സിം ഫോണും അപ്പോൾ അഡ്രസ്സ് അപ്പോൾ കൊള്ളാലോ സൂപ്പറാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ നോർമൽ ഇന്ത്യക്കാരുടെ പരിപാടിയാണല്ലോ, ഫ്രീ കിട്ടുന്ന എന്ത് കിട്ടിയാലും പോയി ചാടേണ്ട പരിപാടി. അപ്പോൾ അത് കയറി പെട്ടു, അഡ്രസ്സും നമ്മളെ കൊടുത്തു, അവർ ഫോൺ അയച്ചു കൊടുത്തു. ഒരാഴ്ചക്കുള്ളിൽ ഫോൺ കിട്ടി. ഫോൺ ഡെലിവറി ആയ സമയത്ത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കോൾ വന്നു. ഇത് ആക്ച്വലി പോലീസ് കംപ്ലൈന്റ് സംഭവമൊക്കെ ഏതാണ്, അങ്ങനെയാണ് എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നത്. ന്യൂസിലും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറെ യൂട്യൂബ് വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വേറെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നോർത്ത് സൈഡ് ന്യൂസ് ആണല്ലോ. അപ്പോൾ കോൾ വന്നു, അവർ പറഞ്ഞു ആക്ടിവേറ്റ് ചെയ്താൽ സിം എടുത്ത് ആക്ടിവേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സിം ഇട്ടതും അതിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി, 7 ലക്ഷമാണ് സംതിങ് കാശ് പോയി. ഇത് ഇതിന്റെ സംഭവിച്ചത് ആക്ച്വലി പിന്നെ പോലീസ് കംപ്ലൈന്റ്, ഞാൻ പറഞ്ഞല്ലോ പോലീസ് കംപ്ലൈന്റ് സംഭവം കൊടുത്തു. അപ്പോൾ അവർ അതിന്റെ പിന്നെ അമ്പുറത്തെ സംഭവത്തിലൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിപ്പോൾ ന്യൂസും സംഭവമൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഫോൺ ഓൾറെഡി ഹാക്കഡ് ആയിരുന്നു. അപ്പോൾ ഈ സിം ഇട്ടപ്പോൾ ഇവര് അവരുടെ പരിപാടി പറഞ്ഞു, അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡെബിറ്റ് കാർഡ് വെച്ചാൽ അവർ OTP കൊടുത്തു. ഇവര് വിളിച്ചു വെച്ചപ്പോൾ OTP വിളിച്ചു നോക്കാൻ ആവശ്യമില്ല, ഫോൺ ഹാക്കഡ് ആണ് ഓൾറെഡി. അപ്പോൾ അതിൽ എന്ത് നടക്കുന്നതും ഇവർക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഓൾറെഡി മാൽവെയർ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ OTP ഒന്ന് ഇവരെടുത്തു, കാശ് പോയി. സിം ഇട്ടിട്ട് ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ സംതിങ് മെസ്സേജ് വന്നാ പറഞ്ഞത്, അതിൻ്റെ ഉള്ളിൽ തന്നെ കാശ് പോയി. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല അത് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുന്ന എനിക്കറിയില്ല, ചാൻസ് ഭയങ്കര കുറവാണ്. ഞാൻ തിരിച്ചെത്താനൊന്നും ചാൻസ് സംഭവമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര വലിയ ഹാക്കേഴ്സ് ടീമോ അങ്ങനെ എന്തൊക്കെയോ ബിസിനസ് പോലെ നടത്തുന്നതാണ്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കുറെ ഇവിടെ ഇല്ലീഗൽ സംഭവങ്ങളൊക്കെ നടക്കുന്നുള്ളൂ, അതൊക്കെ കുറെ ഗ്രൂപ്പ് പോലെ സംഭവങ്ങളാണല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ആകെയുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. അതിന് നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞു വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നത്. അത് കാണാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പുതിയ ചാനലായി ജയിച്ചു വേൾഡ് കാണാത്തവർ പോയി കണ്ടുപോകുക. നമ്മളതിൽ മൂവി ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.